ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു ഈസി ഗ്രീൻ പീസ് കറി നോക്കിയാലോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് മീഡിയം സൈസിൽ വരുന്ന ഒരു ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ദെൻ സവാള, 4-5 ബീൻസ്, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഗ്രീൻ പീസാണ്. ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമുക്കൊരു കുക്കർ വെക്കുക. കുക്കറിലേക്ക് എണ്ണ ഒഴിച്ച് ആദ്യം നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ നമുക്ക് പെരുംജീരകം, അതുപോലെ തന്നെ നമ്മുടെ മുഴുവനായിട്ടുള്ള സ്പൈസസ്, അതിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3 ഗ്രാമ്പൂ, 2 ഏലയ്ക്ക, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സവാള ആഡ് ചെയ്യുന്നു. ദെൻ സവാള ആഡ് ചെയ്തതിന് ശേഷം സവാള ഒന്ന് വഴണ്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് ഓരോ പച്ചക്കറികൾ വെച്ച് ആഡ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളിയും നല്ലതുപോലെ ചതച്ചെടുത്തതാണ്. അത് നന്നായിട്ട് ഒരുമിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഒരുപാടൊന്നും മൂത്ത് കുഴയൊന്നും വേണ്ട, കാരണം നമ്മളിനി കുക്കർ അടച്ച് വെച്ചിട്ട് നമ്മൾ വിസിലടിപ്പിക്കുമ്പോൾ അത് പാകത്തിന് വെന്ത് കിട്ടിക്കോളും. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളി വഴലാൻ ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ വിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടാം. അപ്പോൾ ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാനൊരു 1.5 പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ അതനുസരിച്ച് പച്ചമുളക് എടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടിരിക്കുന്ന ഓരോ പച്ചക്കറി വെച്ച് നമുക്കിടാം. ആദ്യം ബീൻസ് ഇടുക. ബീൻസ് ഇട്ട് ഒന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്യാരറ്റും നമ്മുടെ ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാം. ഓക്കെ, നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പ് ഇച്ചിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് നമ്മൾ കുതിർത്ത് വെച്ച നമ്മുടെ ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ് നല്ലതുപോലെ വെജിറ്റബിൾസുമായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള മസാലാസ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഗ്രീൻ പീസ് ഇട്ടതിന് ശേഷം ഞാൻ ഇച്ചിരിയും കൂടെ ഉപ്പിടുന്നുണ്ട്. അപ്പോൾ പാകത്തിന് നിങ്ങൾക്ക് ആവശ്യമുള്ളതിനത്ര ഉപ്പിടുക. ഇത് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസും ഗ്രീൻ പീസും എല്ലാം കൂടെ ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നമ്മുടെ മസാല ആഡ് ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ദെൻ 2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, നല്ലപോലെ ഒന്ന് ഇളക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നതിന് വരെ ഇളക്കിയതിന് ശേഷം നമുക്ക് അടുത്ത മസാലകൾ ആഡ് ചെയ്യാം. മല്ലിപ്പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം വേണം നമ്മൾ ബാക്കിയുള്ള മസാലകൾ ഇടാൻ. അത് ഞാൻ ഇടുന്നത് കുരുമുളക് പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി. പിന്നീട് നമ്മൾ വീട്ടിൽ പൊടിച്ച് തന്നെ ഗരം മസാലയാണ് പിന്നീട് ആഡ് ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കുരുമുളക് പൊടി ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പച്ചമുളകിന് നല്ല എരിവാണെങ്കിൽ അതനുസരിച്ചിട്ട് വേണം നമ്മൾ കുരുമുളക് പൊടി ഇടാൻ.
അതേപോലെ തന്നെ മസാല നമ്മൾ ആദ്യം തന്നെ മുഴുവൻ മസാലകൾ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് മസാല ആഡ് ചെയ്യുമ്പോൾ, പൊടിച്ച മസാല ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇടാൻ. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് നല്ല തിളപ്പിച്ച വെള്ളമാണ്. നല്ല ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇത്രയും നേരവും എണ്ണയിലൊക്കെ ഇട്ട് ചെറുതായിട്ട് സോട്ട് ചെയ്തതാണ്. സോ അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം പാകത്തിന് ഗ്രീൻ പീസ് വേവണം. നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും തന്നെ കുക്കായിട്ടില്ല. സോ അതിനെല്ലാം ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു 4 വിസിൽ വരെ, അതും നിങ്ങൾ ഉപയോഗിക്കുന്ന കുക്കർ എങ്ങനെയാണ് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ വിസിലിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ. എൻ്റെ കുക്കറിന് എനിക്ക് 4 വിസിൽ വേണം, എന്നാലേ എൻ്റെ വെജിറ്റബിൾസും ഗ്രീൻ പീസും എല്ലാം നന്നായി കുക്കായി വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുക്കറിനനുസരിച്ച് വിസിൽ സെറ്റ് ചെയ്യുക. നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഒരു 4 വിസിൽ വരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ഗ്യാസ് എല്ലാം മാറിയിട്ടുണ്ട്. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. തുറന്നപ്പോൾ നമ്മളിങ്ങനെയാണ് കണ്ടത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ വിചാരിക്കും അതിനകത്ത് തീരെ ഗ്രേവി ഒന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ ഗ്രേവിയൊക്കെ ഉണ്ടാവും. ഇനി നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ആ ഉരുളക്കിഴങ്ങ് 2-3 ഉരുളക്കിഴങ്ങ്, എല്ലാ ഉരുളക്കിഴങ്ങും വേണ്ട, 2-3-4 ഉരുളക്കിഴങ്ങും ഒരു ഇച്ചിരി ഗ്രീൻ പീസ് കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. അപ്പോൾ അതാകുമ്പോൾ നമ്മുടെ ഗ്രേവി കുറച്ചുകൂടെ തിക്കാവുകയും ചെയ്യും. അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കൂടെയാണ്. അപ്പോൾ പാകത്തിനുള്ള മസാലയും കാര്യങ്ങളും ഒക്കെ തന്നെ ആയിരിക്കും. നമ്മൾ പതിയെ ഒന്ന് ഉടച്ചു കൊടുക്കുക. എല്ലാ വെജിറ്റബിൾസും എല്ലാ ഗ്രീൻ പീസും ഉടയ്ക്കരുത്, കുറച്ച് മാത്രം. നമ്മുടെ ഗ്രേവി തിക്കാവാനും വേണ്ടി മാത്രം ഒരു ഇച്ചിരി ഒന്ന് ഉടച്ചാൽ മതി. പിന്നീട് അറിയാലോ, ഗ്രീൻ പീസ് കറി ഇരിക്കും തോറും കുറുകും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഗ്രേവി വേണം എന്നുള്ളവർ ആഡ് ചെയ്യുക. എനിക്കിപ്പോൾ ഇത്രയും ഗ്രേവി മതിയാവും. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ ഗ്രീൻ പീസ് കറി വെച്ചാൽ. നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നന്നായി ഇഷ്ടപ്പെടും. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കുറുകിയ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാം. അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പുട്ടിനും ഒക്കെ നല്ല സ്യൂട്ടായിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, പക്ഷേ ഈ ഗ്രേവി തന്നെയാണ് നല്ലത്. നമ്മൾ പുട്ടിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും ഒഴിച്ച് കഴിയുമ്പോൾ നല്ല നനവുണ്ടാവും. സോ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.